ലാലേട്ട, ഇനി നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ആരെയാണ്? മാത്യു കുര്യൻ. ഗോവയിലെ എൽഷദായ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആളാണ്. ഇദ്ദേഹം ജീവിക്കുന്നത് ഗോവയിലെ തെരുവുകളിൽ കഴിയുന്ന ബാല്യങ്ങൾക്കും മറ്റ് ആലംബഹീനർക്കും വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം മിസ്റ്റർ മാത്യു കുര്യൻ. വെൽക്കം ടു ലാൽ സലാം ഷോ. താങ്ക് യു വെരി മച്ച്. എന്താണ് എൽ ഷദായ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എൽ ഷദായ് മീൻസ് ഗോഡ് ഓഫ് കംഫർട്ട്, പ്രൊവൈഡർ ഓഫ് ഓൾ. മലയാളത്തിൽ പറയാം. ഏത് ഭാഷയിലാണ് എൽ ഷദായ്? ഇത് ഹീബ്രു വാക്കാണ്. ഞാൻ 1993 ഗോവയിൽ പോയത് ആൽക്കഹോളിക്സ് ആൻഡ് ഡ്രഗ് അബ്യൂസ്ഡ് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോയതാണ്. അങ്ങയുടെ വീട് ശരിക്കും എവിടെയാണ്? എൻ്റെ വീട് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോവയിലേക്കുള്ള ഒരു പലായനം അല്ലെങ്കിൽ അങ്ങോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഞാൻ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് വീട് വിട്ട് കൊച്ചി പട്ടണത്തിൽ വന്നു. കുറേ നാൾ കഞ്ചാവ് വലിച്ച് കറങ്ങി ഇവിടെ എല്ലാം നടന്നു. ജീവിതം താറുമാറായി. 3 പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. 3 പ്രാവശ്യവും അത്ഭുതവനായിട്ട് മരിച്ചില്ല. ഒരു പ്രാവശ്യം ഞാൻ വിഷം കുടിച്ചു, ഒരു പ്രാവശ്യം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു, ഒരു പ്രാവശ്യം ട്രെയിനെ തലവെച്ചു. പക്ഷേ ട്രെയിൻ വേറൊരു ട്രാക്കിലൂടെ പോയി, ഞാൻ ചത്തില്ല. അത് കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ ഒരു ബസ് ഷെൽട്ടറിന് വഴിയിൽ കിടക്കായിരുന്നു. രാവിലെ എഴുന്നേറ്റ് 8 മണിയായപ്പോൾ എഴുന്നേറ്റപ്പം എല്ലാവരും ബൈക്കിനും കാറിനും ഒക്കെ പോകുന്നു. ആളുകളെല്ലാം ഡ്രസ്സ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കും. ഐ ഹാവ് നോ വേ ടു ഗോ. അന്ന് ഞാൻ ആദ്യം എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ സംഭവിക്കുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു? എല്ലാവർക്കും സ്ഥലങ്ങളുണ്ട് പോകാൻ. ഐ ഹാവ് നോ വേ ടു ഗോ. ആൻഡ് ഐ ഹാഡ് ഓൺലി 1 pair of clothes and nothing else. And I used to literally beg for money. And I lived in the streets of Cochin for many days. അന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ പോയാൽ ശരിയാകുകയല്ല, ജീവിതത്തിൽ മാറ്റം വരണം. സോ ഞാൻ പോയി ജോലി അന്വേഷിക്കാൻ തുടങ്ങി. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. എവിടെയും ജോലിക്ക് പോയി ഞങ്ങളുടെ വീട്ടിലാരും പരിചയമില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ചായക്കടയിൽ മേശ തുടയ്ക്കാനായിട്ട് ഒരു ജോലി കിട്ടി എനിക്ക്. അത് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ദെൻ ഐ കെയിം ടു നോ ദർ ആർ ഹോട്ടൽസ് ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ജോബ്സ്. അങ്ങനെ കുറേ നാൾ പലയിടത്തായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേറ്ററിംഗ് കോളേജ് ഉണ്ടെന്ന് അറിഞ്ഞു. അവിടെ പോയി ജോയിൻ ചെയ്തു. കേറ്ററിംഗ് കോളേജിൽ പഠിച്ചു. ഇവിടെ അബാദ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ വെയിറ്ററായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അവിടെ ബാൻക്വറ്റ് ഇൻചാർജായി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വിട്ട് യുവരാജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ മാനേജറായി. ആ സമയങ്ങളൊക്കെ ഭൗതികമായിട്ട് എനിക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഐ ഫെൽ വെരി എംപ്റ്റി. സോ അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നു. ഞാൻ കഞ്ചാവ് വലി നിർത്തി. അങ്ങനെ ഒഴുക്കായ സ്വഭാവങ്ങൾ, രാത്രി പോകുന്ന സ്വഭാവങ്ങൾ നിർത്തി കഴിഞ്ഞപ്പം ഐ തോട്ട് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് മീ. എന്നെപ്പോലെ അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരെ ഹെൽപ്പ് ചെയ്യണം. Goa is known to be the capital of drugs and alcohol and prostitution, all this kind. So അങ്ങനെ ഇത് വെച്ചാൽ ഗോവയെക്കുറിച്ച് കേട്ട് ഞാൻ ഗോവയിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 93 അറിയാതെ ഒരു റെവലേഷൻ ഉണ്ടായി, ഒരു വെളിപാടുണ്ടായി എന്ന് പറയുന്നത്. When I was a child, I want to become a priest. അല്ല, ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ അങ്ങ് മടിക്കുന്നില്ല. അത് തന്നെ ഒരു വലിയ ഒരു സത്യത്തിൻ്റെ ശക്തി അങ്ങയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. I like to be honest and ഞാൻ തുറന്നു പറയുന്നത് വഴി അത് വേറെ ആർക്കെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇതൊരു പാഠമായിരിക്കാൻ അങ്ങയുടെ ഈ സംസാരം ഉതകട്ടെ. പ്ലീസ് കണ്ടിന്യൂ. അങ്ങനെ 93 ഞാൻ ഗോവയിൽ ചെന്നു. അവിടെ ഈ ആൽക്കഹോളിക്സും ഡ്രഗ് അബ്യൂസേഴ്സുമായിട്ടുള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി അവരുടെ പ്രവർത്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു ചേരി നിവാസി, ഈ ലമാനി എന്ന് പറഞ്ഞ ട്രൈബൽ കമ്മ്യൂണിറ്റി, അവരൊത്തിരി ജുവലറീസൊക്കെ ഇടും, കുളിക്കുകയല്ല, ഫെസ്റ്റിവലിന് മാത്രമേ അവർ കുളിക്കത്തുള്ളൂ. അവർ ഒരു ഔട്ട്കാസ്റ്റ് ട്രൈബൽസ് ആണ്. അപ്പോൾ അവരിൽ ഒരാളെ ഞാൻ കാണാനിടയായി. എന്താണ് അവരുടെ പേര്? ലെമാനീസ്. ട്രൈബൽസ്. അതർ നെയിം ഫോർ ദം ഇസ് ബഞ്ചാറാസ്. അപ്പോൾ നാടോടികൾ പോലെയാണ്. നാടോടികൾ. അതിലൊരാളെ ഞാൻ കണ്ടു. അപ്പോൾ അയാൾ എന്നെ അയാളുടെ സ്ലമ്മിലേക്ക് ചേരി നിവാസി വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം കണ്ടപ്പം ഐ വാസ് ഹോറിഫൈഡ്. ഐ നെവർ സീൻ. ഞാനൊരു ഭയങ്കരമായിട്ട് ഐ ഫെൽറ്റ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട്
ഒന്നുമില്ലാതെ ജനറേഷനായിട്ട് പള്ളിക്കൂടത്തിൽ പോകാതെ പഠിക്കാതിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ ഇടയിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അവരോട് സംസാരിച്ചു. അന്ന് എൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല. സോ അവരോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാകില്ല, നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്യണം, ഒത്തിരി പിള്ളേരുടെ അഴുക്കാണ്, പിള്ളേരെ പള്ളിക്കൂടത്തിൽ വിടണം. അപ്പോൾ അവരെല്ലാം അത് കേട്ട് അവർക്ക് വലിയ ഉത്സാഹമായി. അങ്ങനെ ഞാൻ അവരുടെയും തന്നെ പൈസ കളക്ട് ചെയ്ത് അവിടെ ഒരു ചെറിയ സ്കൂള് ഉണ്ടാക്കി. ഞാൻ 2 പെൺപിള്ളേരെ 500 രൂപയ്ക്ക് ശമ്പളത്തിന് അവിടെ പറഞ്ഞു വിട്ടു രാവിലെ പഠിപ്പിക്കാൻ. അങ്ങനെ തുടങ്ങി. പക്ഷെ തുടക്കം മുതൽ ഞാൻ കാണുന്നവരോടെല്ലാം ഇതിനെക്കുറിച്ച് പറയും. അങ്ങനെ ഒത്തിരി പേരിലൂടെ വരാൻ തുടങ്ങി. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി. ഇന്നത് ഒരു വലിയ പ്രസ്ഥാനമായി. ഒരു 4000 ചിൽഡ്രൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ The ചെയ്യാം. most challenging and most saddening is the ഏറ്റവും വിഷമം തോന്നുന്നത് ഗവൺമെൻറ് ഭാഗത്തു നിന്നും നമ്മുടെ പബ്ലിക്കിൻ്റെ നിഷ്ക്രിയത, അതിന് അവരുടെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളൊരു താല്പര്യം ഇല്ലാഴിക. ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് മെക്കാനിസത്തിൽ ഒത്തിരി സ്കീമും പ്രൊജക്റ്റും ഉണ്ട് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും സങ്കടം. ശരിക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ചാരിറ്റി ചെയ്യാൻ പഠിക്കണം. ചാരിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ വീടിനടുത്ത് ആരെങ്കിലും ദരിദ്രരുണ്ടെങ്കിലോ പാവപ്പെട്ടുണ്ടെങ്കിൽ അവൻ്റെ പഴയ കാര്യം നോക്കാൻ, അവൻ തെറ്റായി ജീവിച്ചാണ്, അവൻ്റെ അമ്മ ശരിയല്ലെന്നോ അവൻ്റെ അപ്പം കള്ളുകൂടിയും അങ്ങനെ ഒരിക്കലും പരാതി പറഞ്ഞ് അവരെ അവോയ്ഡ് ചെയ്യില്ലേ. അവരെന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല. നമ്മളെല്ലാം നമ്മളാ കഴിവത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ രാജ്യം ഒരു ഇൻക്രെഡിബിൾ ഇന്ത്യയായി മാറുന്നു. ഇനിയും അങ്ങയുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഒരുപാട് സുമനസ്സുകൾ വന്നു ചേരട്ടെ. അങ്ങയുടെ ഫാമിലിക്കും അവിടുത്തെ ഓരോ കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇതൊരു ആറന്മുള കണ്ണാടിയാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.